ഹായ്, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ചുക്കാപ്പി വിൽക്കുന്ന ഒരാളാണ്. തൃശ്ശൂർ ടൗണിൽ ചുക്കാപ്പി വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ആക്ടിംഗ് ആണ്. അതേപോലെ തന്നെ ഫിലിമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു അനീതി നേരിട്ടിട്ടുണ്ടായിരുന്നു. അനീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ രാജ്യത്താണ് അനീതി നേരിടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ചുക്ക് കാപ്പി വിൽപ്പനയാണ്. ഈ ചുക്കാപ്പി വിൽക്കുന്ന ഒരു ദിവസം, അതായത് കഴിഞ്ഞ ഫെബ്രുവരി 11 ഇവിടെ വെച്ചിട്ട് എന്നെ ഒരു പോലീസ് തല്ലിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് CP ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സൈഡാണ്. ഓക്കെ, ടിക്കറ്റ് കൗണ്ടർ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ കൊറിയർ ഓഫീസ് കാണാം. അപ്പോൾ അദ്ദേഹം എന്നെ അവിടെ വെച്ച് കാണുകയാണ് ചെയ്തത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ചാണ് അദ്ദേഹം എന്നെ കാണുന്നത്. അദ്ദേഹം എന്നെ വിളിച്ച് കാപ്പി ചോദിക്കുകയും ആളെന്നെ വിളിച്ച് ഇവിടേക്ക് വരുത്തുകയും അതേപോലെ തന്നെ എന്നോട് സൈക്കിൾ അങ്ങോട്ട് നീക്കി വയ്ക്കാൻ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ കാപ്പി വയ്ക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്താണ് നിയമ നടപടി എന്നുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്നോട് സൈക്കിൾ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു. ഈ സ്ഥലത്തേക്കാണ് അദ്ദേഹം മൂവ് ചെയ്യാൻ പറഞ്ഞത്. അവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആളെന്നോട് ചോദിച്ചു, നിനക്ക് പേടിയില്ലെന്ന് ചോദിച്ചു. ആ വളവിൻ്റെ അവിടെ വെച്ചിട്ട് ആളെന്നോട് ചോദിച്ചു, പേടിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേടിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, നിന്നെ ഞാൻ പേടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആള് എന്നെ ഇറക്കി കൊണ്ടുവരികയും എന്നെ അവിടേക്ക് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ എൻ്റെ സൈക്കിളിൽ നിന്ന് കെറ്റിൽ ഇറക്കി വെക്കാനായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ കെറ്റിൽ ഇറക്കി വെക്കാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലീസ് ചെയ്യാം, നിയമപരമായിട്ടുള്ള നടപടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീയൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാവില്ല, നീയൊക്കെ ചത്തൊടുങ്ങിയാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ ക്യാമറ എടുത്തു, ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം എൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആള് എന്നോട് നടക്കാൻ പറഞ്ഞു. ഞാനിവിടേക്ക് നടന്നു. ഈ ഭാഗത്ത് വെച്ചിട്ട് CP ജോസഫ് എന്ന് പറയുന്ന റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ തല്ലുകയാണ് ചെയ്തത്. ഓക്കെ, ആ തല്ലിയതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഇന്ത്യൻ റെയിൽവേയിൽ ഞാൻ അവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ ഒരു പ്ലേസ് വരുന്നതെന്ന് പറഞ്ഞു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഈ ഒരു പ്ലേസിൽ എന്ത് അധികാരത്തിൻ്റെ മുകളിലാണ് ആളെൻ്റെ കൈവച്ചിട്ടുള്ളത്? എൻ്റെ മേത്ത് കൈവയ്ക്കാനുള്ള യാതൊരു റൈറ്റും ഈ CP ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ഓക്കെ, അങ്ങനെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി വ്യക്തമായ തെളിവോട് കൂടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി ഞാൻ പോലീസിൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ റെസിപ്റ്റും കാര്യങ്ങളും ഞാൻ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ റെസിപ്റ്റ് പ്രകാരം കംപ്ലൈൻറ്റ് ചെയ്ത് ആ റെസിപ്റ്റ് പ്രകാരം ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം തെളിവ് സഹിതം വീഡിയോ സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ക്യാമറയിൽ ആ വീഡിയോ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് തെളിവ് സഹിതം കൊടുത്തിട്ട് പോലും ഒരു ആക്ഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ, അതിനുശേഷം പോലീസ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് തെളിവില്ലാത്തതിനാൽ കേസ് പിന്തള്ളുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് വ്യക്തമായിട്ടുള്ള തെളിവുള്ളതാണ്. DYSP, അതായത് വരുന്ന തിങ്കളാഴ്ച DYSPയുടെ ഭാഗത്തേക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യുകയും ഈ കംപ്ലൈൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും എനിക്ക് വേണ്ട നീതി ഞാൻ നേടിയെടുക്കുകയും ചെയ്യണം. കാരണം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിലും അതിന് മുന്നത്തെ വർഷത്തിലും ഒരുപാട് ആൾക്കാർ പോലീസിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ സേവകരാണ്. ഏത് രീതിയിലുള്ള സേവകർ? കോടതിക്കും പോലീസിനും, അതായത് കോടതിക്ക് ജനങ്ങൾക്കും ഇടയിലുള്ള മീഡിയേറ്റർ മാത്രമാണ് പോലീസ്. അവർക്ക് നിയമ സംവിധാനങ്ങൾ വഴി കൈകാര്യം ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മേത്ത് കൈവച്ചത് തികച്ചും നിയമവിരുദ്ധമാണ്. ഇനി ഇവിടെ ഒരാളുടെ മേത്തും പോലീസ് കൈവയ്ക്കാതെ നിയമപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ കേസ് ഫോർവേഡ് ചെയ്യാണ്. പല രീതിയിലും ഞാൻ ഇതിൻ്റെ കേസ് മൂവ് ചെയ്തു. ഒരു രീതിയിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. റൈറ്റ്, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ നടപടി ഉണ്ടായിട്ടില്ല. ഈ നടപടി ഇല്ലാത്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ജനാധിപത്യമാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. പോലീസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ പേടിപ്പിക്കാനോ അടിക്കാനോ വേണ്ടിയിട്ട് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട്
അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ആ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി നിങ്ങൾക്ക് കണ്ടു ബോധ്യപ്പെടാവുന്നതാണ്. അദ്ദേഹം വ്യക്തമായിട്ട് എൻ്റെ ക്യാമറ മറച്ചു പിടിക്കുകയും എൻ്റെ ചെകിടുമ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ വ്യക്തിനെയും ഇവിടെ കാണാവുന്നതാണ്. ആളുടെ ആക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. അവിടുന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതും ക്യാമറ മറച്ചുകൊണ്ട് എൻ്റെ ചെവിയുമേ കൈ മടക്കിക്കൊണ്ട് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് FB ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അറ്റ് എ ടൈം കീഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിരന്തരമായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ പരാതി കൊടുത്തിട്ട് യാതൊരു രീതിയിലും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ട് പോലും റെസ്പോൺസ് ഇല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്? പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ് പോലീസിൻ്റെ ചുമതല. അപ്പോൾ അതല്ല അവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.